Hi guys, welcome back to Johns's vlog. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു പുതിയ ഡിഷുമായിട്ടാണ്. അതിനു മുൻപ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ബാംഗ്ലൂർ ആയിരുന്നു. അപ്പം എൻ്റെ മലയാളം നിങ്ങൾക്ക് വീഡിയോസിൽ കേൾക്കാം. കുറച്ചൊക്കെ മിസ്റ്റേക്സ് കാണും. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റ്സ് ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ് വായിക്കുന്നതും റിപ്ലൈ ചെയ്യുന്നതുമെല്ലാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ ലാസ്റ്റ് വീഡിയോ വന്നിട്ട് ഗുലാബ് ജാമുൻ ആയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, പോയി കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കുറേ പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മിക്സി ജാറിലോട്ട് 2 ടേബിൾ സ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഫെനൽ സീഡ്സും 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സും കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൗഡറാണ് ഈ പെപ്പർ ചിക്കന് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൗഡറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഒരു കടായിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ പെപ്പർ 2 ടേബിൾ സ്പൂൺ വേണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ആണെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് എരിവ് കൂടുതൽ വേണോണ്ട് നമ്മൾ ഇട്ടതാണ്. ഇനി നമുക്ക് സിനമൺ ഇട്ട് കൊടുക്കാം, ക്ലൗസ്, വറ്റൽ മുളക് 3 എണ്ണം, ഗാർലിക് ചോപ്പ് ചെയ്തത് ഒരു 3-4 ഗാർലിക്, ജിഞ്ചർ ചോപ്പ് ചെയ്തത്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ കറി റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസ് ഓണിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. നമുക്കൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറാവണം, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവണം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ടേമറിക് ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങളുടെ ആവശ്യം നോക്കി പൗഡർ ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടാന്നാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇനി ആ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ബോൺ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ബോൺ ഇല്ലാത്തതാണ് എടുത്തേക്കുന്നത്. അപ്പം അതിട്ട് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാ ചിക്കനിലും പെരണ്ട് നല്ല രീതിയിൽ വരണം. നമ്മളിതിൽ ചില്ലി പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്കങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ കണ്ടോ, നല്ലപോലെ ആയതുകൊണ്ടാണ് ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടാം. എന്നിട്ട് നല്ല രീതിയിൽ ഒരു 2 മിനിറ്റും കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
കണ്ടില്ലേ എന്ത് നല്ല ഇതായിട്ടാണ് വന്നേക്കുന്നതെന്ന്. അപ്പം എല്ലാവരും കാണുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.